എനിക്കെപ്പോഴും തോന്നുന്നുണ്ട് കൊല്ലം ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് മറ്റുള്ള ജില്ലകളൊക്കെ കാണുന്നുണ്ട്. കൊല്ലത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ ഒരു കൊല്ലംകാരനെന്നല്ലാത്ത രീതിയിൽ ലോകത്ത് ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ചില കാര്യങ്ങളായിട്ട് ഇപ്പം നമുക്ക് അതുപോലെ കേരളത്തിലെ ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയധികം മത്സ്യസമ്പത്ത് വേറൊരു ജില്ലയ്ക്ക് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം കായലും കടലും തൊട്ടടുത്ത് അറബിക്കടൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ കൊല്ലത്ത് തന്നെ എത്ര ഒരു ചെറിയൊരു ആ ഒരു കോസ്റ്റൽ ഏരിയ തന്നെ നീണ്ടകര മുതൽ വാടി അല്ലെങ്കിൽ തങ്കശ്ശേരി അങ്ങനെ ആ ഒരു ബെൽറ്റിലെല്ലാം ഡിഫറെൻറ്റ് ഫിഷിംഗ് നടക്കുന്ന സ്ഥലം. അത് കൂടാണ്ട് ഈ അഷ്ടമുടി കായൽ ഇത്രമാത്രം മത്സ്യസമ്പത്ത്. പിന്നെ ഒരു ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശാസ്താംകോട്ട കായൽ. അപ്പോൾ ശാസ്താംകോട്ട കായലിൽ നല്ല മത്സ്യമാണ്. അപ്പോൾ അത് ഫ്രഷ് വാട്ടർ ഫിഷാണ്. പിന്നെ കുളങ്ങൾ, അരുവി, പുഴ എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത്രയ്ക്ക് മത്സ്യസമ്പത്തുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് സീ ഫുഡ് ഈ പറഞ്ഞ ഞാൻ കക്കയിറച്ചി നമ്മളിപ്പോൾ നരുന്തെന്നൊക്കെ പറഞ്ഞ പല സ്ഥലത്തുണ്ടെങ്കിലും കല്ലിക്കക്ക വൺ ഓഫ് ദ ബെസ്റ്റ് കിട്ടുന്നത് ഈ അഷ്ടമുടി കായലാണ്. അതുപോലെ ഈ മുരിങ്ങയിറച്ചി ഏറ്റവും ബെസ്റ്റ് തലശ്ശേരിയിലും കിട്ടും, ഈ കൊല്ലത്തും കിട്ടും. ഈ പറഞ്ഞ പോലെ മസിൽസിൻ്റെ ബെസ്റ്റ് സീസൺ, ഞണ്ട്, ഏറ്റവും നല്ല മഡ് ക്രാബ്സ് ഒക്കെ കയറ്റി അയക്കാനായിട്ട് ഈ അഷ്ടമുടി കായലിൻ്റെ ചുറ്റുവട്ടത്ത് പിടിക്കുന്നു. ഏറ്റവും വലിയ നേരത്തെ പറഞ്ഞ കൂഴാലി എന്ന് പറഞ്ഞ മത്സ്യം അതൊരു ഞാനിപ്പോൾ അതിനെ ഒരു പ്രൗഡായിട്ടാണ് കാണുന്നത്. വേറെ ഒരിടത്തും ഇല്ല. ബാക്കിയൊക്കെ ഉള്ള സാധനങ്ങൾ എല്ലായിടത്തും അതിൻ്റെ ഓൾട്ടർനേറ്റീവെങ്കിലും ഉണ്ട്. ഈ കക്കയിറച്ചി നമുക്ക് കുമരകത്ത് കിട്ടും. അതൊക്കെ വേറെ തരം കക്കയാണ്, വേറെ ഫ്ലേവറാണ്. പക്ഷേ കക്കയെന്ന് പറഞ്ഞ് നമുക്ക് കഴിക്കാം. പക്ഷെ കൂഴാലി അവിടെ കിട്ടും. അത് നമ്മുടെ ഈ